ഇത് കണ്ടില്ലേ, ഇന്ന് നമ്മൾ വിയോഫോ A229 ഡ്യുവൽ ചാനൽ ഡാഷ് ക്യാമറയുടെ അൺബോക്സിംഗ് നടത്തി അത് ഹ്യുണ്ടായി എക്സ്റ്ററിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ബോക്സിനുള്ളിൽ ആദ്യം നമുക്കൊരു ഡയഗ്രം കാണാം. പവർ കേബിളും അതുപോലെ തന്നെ റിയർ ക്യാമറയുടെ വയറും മെയിൻ യൂണിറ്റുമായി എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ഈ ഡയഗ്രം കാണിക്കുന്നു. ഇനി ബോക്സിനുള്ളിൽ നമുക്ക് മെയിൻ യൂണിറ്റ് ക്യാമറയും അതായത് ഫ്രണ്ട് ക്യാമറയും അതുപോലെ തന്നെ റിയർ ക്യാമറയും കാണാം. ഈ രണ്ട് ക്യാമറയും 2K റെസൊല്യൂഷനോട് കൂടിയതും സോണി സ്റ്റാർവിസ് 2 ഇമേജ് സെൻസറുകളോട് കൂടിയതുമാണ്. സ്റ്റാർവിസ് 2 സെൻസറുകൾ ഉള്ളതുകൊണ്ട് തന്നെ ലോ ലൈറ്റിലും രാത്രി സമയങ്ങളിലും മറ്റു വണ്ടികളുടെ നമ്പർ പ്ലേറ്റും മറ്റും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ഇത് കണ്ടില്ലേ, 2.4 ഇഞ്ച് HD സ്ക്രീനാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഡിസൈൻ വളരെ മനോഹരവും കോമ്പാക്റ്റുമാണ്. പിൻഭാഗത്തായി 3Mൻ്റെ സ്റ്റിക്കറും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് റിയർ ക്യാമറയിലേക്ക് പോകാം. ഇതിലും 3Mൻ്റെ സ്റ്റിക്കർ കാണാം. ഇതിൻ്റെ പ്രത്യേകത, ഇത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന ക്യാമറയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് വാഹനത്തിൻ്റെ പിൻഭാഗത്ത് നിന്നുള്ള വിഷ്വലുകളല്ല, വാഹനത്തിൻ്റെ ഉൾഭാഗത്തെ വിഷ്വലുകളാണ് ആവശ്യമെങ്കിൽ ക്യാമറ വാഹനത്തിൻ്റെ ഉൾഭാഗത്തേക്ക് തിരിച്ചു വെച്ച് അകത്തെ വിഷ്വലുകൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ബോക്സിനുള്ളിൽ അടുത്തതായുള്ളത് യൂസർ മാനുവലാണ്. ഇതിൽ തന്നെ ചെറിയൊരു കവറിനുള്ളിൽ 3Mൻ്റെ കുറച്ച് സ്പെയർ സ്റ്റിക്കറുകൾ നൽകിയിരിക്കുന്നു. ക്യാമറയോടൊപ്പം നൽകിയിരിക്കുന്ന സ്റ്റിക്കറിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്പെയർ സ്റ്റിക്കറുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കറുകളും നൽകിയിരിക്കുന്നു. സാധാരണഗതിയിൽ 3M സ്റ്റിക്കർ ഉപയോഗിച്ച് ക്യാമറ വിൻഷീൽഡിൽ നേരിട്ട് മൗണ്ട് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അത് ഇളക്കി മാറ്റേണ്ടി വരുന്ന സാഹചര്യത്തിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ഇങ്ങനെ 3M സ്റ്റിക്കർ നേരിട്ട് പതിപ്പിക്കുന്നതിന് പകരം ആദ്യം ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കറുകൾ വിൻഷീൽഡിൽ പതിച്ച് അതിനു മുകളിൽ 3M സ്റ്റിക്കർ ഉപയോഗിച്ച് ക്യാമറ ഘടിപ്പിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്യാമറ വിൻഷീൽഡിൽ നിന്ന് ഇളക്കിയെടുക്കാൻ സാധിക്കും. ഇനി ബോക്സിനുള്ളിൽ ബാക്കിയുള്ളത് റിയർ ക്യാമറയ്ക്കുള്ള വയറും പവർ കേബിളും ഡേറ്റ കേബിളും ട്രിം റിമൂവൽ ടൂളും കാർ ചാർജറിനുള്ള പവർ അഡാപ്റ്ററുമാണ്. ഇനി നമുക്ക് ക്യാമറയുടെ ഇൻസ്റ്റലേഷനിലേക്ക് കടക്കാം. എക്സ്റ്ററിൽ ഞാൻ ഫ്രണ്ട് ക്യാമറ മൗണ്ട് ചെയ്തിരിക്കുന്നത് റിയർ വ്യൂ മിററിന് തൊട്ടു താഴെയായാണ്. വിൻഷീൽഡിൽ സ്റ്റാറ്റിസ്റ്റിക്കർ പതിപ്പിച്ച് അതിന് മുകളിലായാണ് ഞാൻ ക്യാമറ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പവർ കേബിളിൻ്റെ റൗട്ടിംഗ് നോക്കാം. ഹാർഡ് വയറിംഗ് ഒന്നുമില്ലാതെ കാർ ചാർജറിൻ്റെ പവർ പോർട്ടിൽ നിന്നും പ്ലഗ് ആൻഡ് പ്ലേ മെത്തേഡിലാണ് പവർ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ക്യാമറയിൽ നിന്ന് പുറപ്പെടുന്ന പവർ കേബിൾ റൂഫ് ലൈനും വിൻഷീൽഡും ചേരുന്ന ഭാഗത്തുള്ള ഗ്യാപ്പിനുള്ളിലേക്ക് വളരെ ജെന്റിലായി വിരൽ കൊണ്ടോ അല്ലെങ്കിൽ ട്രിം റിമൂവൽ ടൂൾ ഉപയോഗിച്ചോ കടത്തി വയ്ക്കുക. തുടർന്ന് റൂഫ് ലൈനും പില്ലറും ചേരുന്ന ഭാഗത്തു കൂടി ക്രോസ് ചെയ്ത് കേബിൾ റബ്ബർ ബീഡിങ്ങിൻ്റെ വശം വഴി ഈ കാണിക്കുന്ന പോലെ ഗ്ലൗ ബോക്സിന് അടിയിലേക്ക് എത്തിക്കുക. ശേഷം വീഡിയോയിൽ കാണുന്ന പ്രകാരം പവർ കേബിൾ ചാർജിംഗ് പോർട്ടുമായി ബന്ധിപ്പിക്കുക. ആവശ്യമെങ്കിൽ 3M സ്റ്റിക്കറോ മറ്റോ ഉപയോഗിച്ച് ഗ്ലൗ ബോക്സിന് അടിയിലായി വയറുകൾ നമുക്ക് ഒട്ടിച്ചു വയ്ക്കാവുന്നതാണ്. ഇനി മെയിൻ ക്യാമറ യൂണിറ്റിൽ നിന്നും റിയർ ക്യാമറയിലേക്കുള്ള വയറിൻ്റെ റൗട്ടിംഗ് ആണ്. ഇവിടെയും വയർ റൂഫ് ലൈനും വിൻഷീൽഡും ചേരുന്ന ഗ്യാപ്പ് വഴി പില്ലറും റൂഫ് ലൈനും ചേരുന്ന ഭാഗത്തുകൂടി ക്രോസ് ചെയ്ത് റൂഫ് ലൈനിനും റബ്ബർ ബീഡിങ്ങിനും ഇടയിലൂടെ പില്ലറും ക്രോസ് ചെയ്ത് പില്ലറും റൂഫ് ലൈനും ചേരുന്ന ഭാഗം വഴി പിൻഭാഗത്തേക്ക് എത്തിക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ. പിൻഭാഗത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും റബ്ബർ ബീഡിങ്ങിൻ്റെ വശം വഴി വയർ റിയർ ക്യാമറയിലേക്ക് എത്തിക്കുക.
താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.